സുഹൃത്തുക്കളെ, ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ളതാണ്. മനുഷ്യരും മനുഷ്യ സൃഷ്ടികളും അള്ളാൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ മുന്നിൽ എത്രത്തോളം ദുർബലരാണ്. അതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കൂ. നമ്മൾ ചിന്തിച്ച് സഹജീവികളെ സ്നേഹിച്ച് സഹജീവികളെ സഹായിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോവുക. ഇപ്പോൾ സ്കൂൾ വിട്ട് പോകുന്ന 2 കുട്ടികൾ മഴ പെയ്തപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ ഇരുന്നപ്പോൾ മുകളിൽ കൂടി ഒരു വിമാനം പോകുന്നത് അയാൾ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഈ കുട്ടികളോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്ന്. അപ്പോൾ ഈ കുട്ടികളിൽ ഒരു കുട്ടി മറുപടി പറഞ്ഞു, ലോകാവസാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ശരിക്കും ഈ ഉത്തരം കേട്ടപ്പോൾ അയാൾ തെറ്റിപ്പോയി. കാരണം അയാൾ കണ്ട ഉത്തരം എന്താ അറിയോ? ആ വിമാനമാണ്. ആ വിമാനം ഉണ്ടാക്കിയവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന കാഴ്ചപ്പാടിലാണ് അയാൾ ഈ കുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ ആ ഒരു കുട്ടി മറുപടി പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മറുപടി കേട്ട് സത്യത്തിൽ അയാൾ നെട്ടിപ്പോയി. അപ്പോൾ അതാണ് ലോകാവസാനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സഹജീവികളെ സ്നേഹിക്കാൻ പഠിക്കുക, സഹജീവികളെ സഹായിക്കാൻ പഠിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുക. ജാതിക്കപ്പുറത്ത്, മതത്തിനപ്പുറത്ത്, രാഷ്ട്രീയത്തിനപ്പുറത്ത്, സമ്പത്തിനപ്പുറത്ത്, പത്രാസിനപ്പുറത്ത് മനുഷ്യനായി കാണുക, സഹായിക്കുക. പണം കൊടുത്ത് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യം കൊണ്ട് സഹായിക്കുക. ആരോഗ്യം കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് സഹായിക്കുക. സാന്ത്വനം നിറഞ്ഞ വാക്കുകൾ പ്രസരിപ്പിക്കുക, അത് പ്രകടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സഹായം അവിടെ സ്പർശിക്കുന്നു. അപ്പോൾ മനുഷ്യനെ കാണുക. അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വെറും ദുർബലരാണ്. നമ്മൾ എന്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടും കാര്യമല്ല. അത് സംരക്ഷിക്കേണ്ടവൻ മുകളിലാണ്. ആ സംരക്ഷിക്കേണ്ടവൻ പ്രകോപിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ഇതിന് ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ പണക്കാരനെന്നോ ഒന്നുമില്ല. എല്ലാം പോവും. ഒന്നും ഇവിടെ ബാക്കിയായില്ല. ഉള്ള സമയം സ്നേഹിച്ച്, ഇല്ലെങ്കിൽ വിദ്വേഷം പരത്താതെ, വർഗീയത പകർത്താതെ, മനുഷ്യനായി കണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കുക നമ്മൾ. അതിനുള്ള ഉദാഹരണം കൂടി മാത്രമാണ് ഇത്. കാരണം ഇത് നമുക്ക് തടുക്കാൻ കഴിയുമോ? ആർക്ക് തടുക്കാൻ കഴിയും? ആർക്കും തടുക്കാൻ കഴിയില്ല. ഒരാൾക്കും ഇത് തടുക്കാൻ കഴിയില്ല. ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം ദുഷ്ടന്മാരാകുന്നു, നമ്മൾ എത്രത്തോളം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നു, അത്രത്തോളം ഇത്തരം പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മണ്ണിനെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, മണ്ണിനെ പ്രകോപിക്കാതിരിക്കുക. അതിനു വേണ്ട പ്രയത്നങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ. വയനാട് നടന്ന സംഭവം വളരെയധികം വേദനാജനകമാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ നിസ്സഹായാവസ്ഥ, ഒരു നാടിൻ്റെ വിധി, ഒരു ജനതയുടെ വിധി. ആ സങ്കടത്തിൽ, ആ വേർപാടിൽ, ആ ദുഃഖത്തിൽ, ആ നെട്ടലിൽ നമുക്ക് പങ്കാളികളാകാം. അവർക്ക് വേണ്ടി നമുക്കറിയുന്ന ദൈവങ്ങളെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.